മറ്റെന്തിനേക്കാളുമേറെ നാശം രാഷ്ട്രങ്ങളിലും ബിസിനസ്സിലും ഭവനങ്ങളിലും വ്യക്തികളിലും ഒക്കെ വരുത്തി വച്ചിട്ടുള്ളത് മദ്യപാനമാകുന്നു. ഏത് വിലക്ക് കൊണ്ടുവന്നാലും മനുഷ്യൻ അതിനപ്പുറം അത് ലംഘിക്കും. ഇതിൻ്റെ മാസ്മര വലയം എത്ര ഭയാനകമാണ്. ജീവസന്ദേശം വേദപഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. മദ്യം ദോഷമാണെന്ന് അറിയാത്തതുകൊണ്ടാണോ ആളുകൾ മദ്യം ഉപയോഗിക്കുന്നത്? സൂക്ഷ്മമായി പരിശോധിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. മദ്യം വിൽക്കുന്നവർ പോലും അത് ദോഷമാണെന്ന് പറയുകയും എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. മാത്രമല്ല, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ പകൽ പോലെ നമുക്ക് ചുറ്റും ദൃശ്യവുമാണ്. പിന്നെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് താൽക്കാലികമായ ഒരു സന്തോഷം എന്നുള്ള മറുപടിയാകും നമുക്ക് ലഭിക്കുക. എന്നാൽ മദ്യപാനം മൂലമുള്ള ദോഷഫലങ്ങൾ വളരെ ദൂരവ്യാപകമാണ് എന്ന് നമ്മൾക്കറിയാം. മദ്യം മനുഷ്യനെ മത്തുപിടിപ്പിച്ച് അവനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലെത്തിക്കുന്നു. ബൈബിളിലെ നോഹയുടെ ചരിത്രം മുതൽ നമുക്ക് ചുറ്റും അനേക ഉദാഹരണങ്ങൾ വരെ ഇതിന് തെളിവാണ്. അതിലെല്ലാം ഉപരിയായി മദ്യപാനികൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എന്നുള്ളത് ദൈവം തൻ്റെ വചനത്തിൽ കൂടെ ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. താൽക്കാലികമായ ഒരു സന്തോഷത്തിനു വേണ്ടി നിത്യമായ ദൈവികമായ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ എത്ര ശോചനീയമാണ്. ഈ ലോകത്തിലെ താൽക്കാലികമായ സുഖങ്ങൾക്ക് നൽകുവാൻ കഴിയുന്നതിലും എത്രയോ ഉന്നതമായ സന്തോഷവും സമാധാനവുമാണ് ദൈവം മനുഷ്യന് വാഗ്ദത്തം ചെയ്യുന്നത്. ദൈവഭക്തൻ സങ്കീർത്തനം 16:11 പറയുന്നത് ശ്രദ്ധിക്കുക: അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. മദ്യത്തെക്കുറിച്ചോ അത് കുടിച്ച് കിറുങ്ങുന്നതിനെക്കുറിച്ചോ നൽകിയിരിക്കുന്ന ആദ്യത്തെ മുന്നറിയിപ്പാണ് സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിൽ നാം കാണുവാൻ പോകുന്നത്. ഈ കഴിഞ്ഞ 19 അധ്യായങ്ങളിൽ ഇത് നാം കണ്ടില്ല. ഈ കിറുങ്ങുക എന്നുള്ള പദം എനിക്കിഷ്ടമാണ്. കാരണം കാലങ്ങളായി മദ്യം ചെയ്തു വെച്ചിട്ടുള്ള സകല ദുഷ്ടതയും വ്യക്തമാക്കുന്നതാണ് പ്രസ്തുത പ്രയോഗം. 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ന് 20-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ 1-ാം വാക്യം നാം വായിക്കുന്നത്: വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല. വീഞ്ഞ് എന്ന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മദ്യമാകുന്നുവോ എന്നുള്ള കാര്യത്തിൽ വളരെയേറെ വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാനാവിലെ കല്യാണ വിരുന്നിൽ ലഹരി പിടിപ്പിക്കുവാൻ ശക്തമായ മദ്യമാകുന്നു ഉണ്ടാക്കിയത് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അവനെ ഒരു അബ്കാരി കോൺട്രാക്ടർ ആക്കുവാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വാസ്തവത്തിൽ അതുകൊണ്ട് അവനെ അധിക്ഷേപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുന്നത് അനീതിയാകുന്നു എന്ന് മറക്കരുത്. ഈ പശ്ചാത്തലത്തിൽ പലരും വാദിക്കുന്നത് വളരെ വിചിത്രമായി തോന്നും. ഇസ്രായേലിലെ ചൂടുള്ള കാലാവസ്ഥയിൽ മുന്തിരിച്ചാറ് തുരുത്തിയിൽ പകർന്നു വയ്ക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ, പെട്ടെന്നത് പുളിച്ച് ലഹരി പിടിപ്പിക്കുവാൻ കഴിവുള്ളതായി തീരുമെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, കാനാവിലെ ആ അത്ഭുതത്തിൽ കർത്താവ് വെള്ളത്തിലാകുന്നു ആരംഭിച്ചത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവന് വീഞ്ഞ് ലഭിക്കുകയും ചെയ്തു. അത് പുളിക്കുവാൻ അവിടെ അവസരമുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, കാനാവിലെ കല്യാണം ഒരു മതപരമായ ചടങ്ങായിരുന്നു. മതപരമായ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പുളിപ്പ് അനുവദിച്ചിരുന്നില്ല എന്ന കാരണത്താലാണ് പെസഹായുടെ സമയത്തും തിരുവത്താഴ സമയത്തും വീഞ്ഞ് പുളിച്ചതായിരിക്കാൻ സാധ്യതയില്ലാത്തത്. പുളിപ്പിക്കുന്നത് ഈസ്റ്റിൻ്റെ പ്രവർത്തനം കൊണ്ടായിരുന്നു. പുളിച്ച മാവെന്നാണ് അതിന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഈസ്റ്റ് അപ്പത്തിലും മറ്റെല്ലാറ്റിലും അനുവദിച്ചിരുന്നില്ല.
അപ്പവും വീഞ്ഞും പുളിപ്പുള്ളതായിരുന്നില്ല. മദ്യപാനികളെ തിരുവചനത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. അതിനുള്ളൊരു വാക്യം ഇവിടെ നാം വായിച്ചു. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ ഭോഷന്മാരാണ്. ഇന്ന് അനേകരും ഈ വക കാര്യങ്ങളിൽ വലയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കണം. നമ്മുടെ നാട്ടിൽ കുറേ വിലക്കുകൾ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. എന്നാൽ അത് എത്രമാത്രം പ്രാവർത്തികമായിട്ടുണ്ട് എന്ന് ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മദ്യവിൽപ്പനയിലൂടെ ലഭിക്കുന്ന വലിയ റവന്യൂവിനെ കുറിച്ച് കേൾക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നാറില്ല. എന്നാൽ ഈ വിപത്ത് കൊണ്ട് ആശുപത്രികളിലും മനോരോഗ വിദഗ്ധന്മാർക്കുമൊക്കെ കൊടുക്കേണ്ടി വരുന്ന പണത്തെക്കുറിച്ച് ആരും പരസ്യം ചെയ്യാറില്ല. ഇതിനേക്കാളൊക്കെ കൂടുതൽ അപകടങ്ങളിൽ കാണുന്ന നഷ്ടങ്ങളാണ് വാഹനാപകടങ്ങൾ. ഈ മദ്യം എത്ര വലിയ നഷ്ടമാണ് സമൂഹത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നോർക്കണം. ഇതിന് യാതൊരു ന്യായീകരണവുമില്ല. കുപ്പിയുടെ പുറത്ത് മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാപ്പിയിലും ചായയിലും ലഹരിയില്ലേ? നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ അധികവും ലഹരി ഉള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന എത്രയെത്ര പേരുണ്ട്. എന്നാൽ മദ്യം വിനോദത്തിനായി കുടിക്കുമ്പോൾ അത് അപകടകാരിയാകുന്നു എന്ന് മറക്കരുത്. മദ്യപാനികൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നു. അങ്ങനെ വർദ്ധിക്കുന്ന നമ്മുടെ ദേശത്ത് നശിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, അതെ, മദ്യം, മയക്കുമരുന്നുകൾ ഒക്കെയാണ്. ഇതിൽ നിന്നൊഴിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യഥാർത്ഥത്തിൽ ഈ മദ്യപാനത്തിൽ തുടരുന്നത് ഭീരുത്വമാണ്, ധൈര്യമില്ലാത്തത് കൊണ്ടാണ്, യാഥാർത്ഥ്യങ്ങളെ നേരിടാനായിട്ടുള്ള ചങ്കൂറ്റമില്ലാത്തത് കൊണ്ടാണ് മദ്യപാനത്തിൽ തുടരുന്നത്. 3-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. 20-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷനും മാനം, എന്നാൽ ഏത് ഭോഷനും ശണ്ട കൂടും. ഒരു ക്രിസ്തു വിശ്വാസിയായിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നത്രേ അവൻ സംഘർഷവും വ്യവഹാരവും നീട്ടിക്കൊണ്ടു പോകുകയില്ല എന്നുള്ളത്. അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നവർ വാസ്തവത്തിൽ ദൈവഹിതത്തിലല്ല. ഏതെങ്കിലും വിധത്തിലുള്ള വ്യവഹാരം ഉണ്ടാകുകയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുണ്ടായാൽ അതിനുള്ള പരിഹാരം പെട്ടെന്നുണ്ടാകണം. നന്മ ചെയ്യുന്നവർക്ക് നന്മ തിരിച്ചു ചെയ്യുക. എന്നാൽ ശത്രുക്കളോട് അവർ ചെയ്തതിന് തക്കതുപോലെ പെരുമാറരുത്. തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യരുതെന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുകയും അരുത്. മറിച്ച് ദൈവത്തിൽ സമർപ്പിക്കുക. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആ അടിസ്ഥാനത്തിലാണ് നാം പ്രതികാരം ചെയ്യരുതെന്ന് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്. വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിച്ച് കാര്യങ്ങൾ നമ്മുടെ തന്നെ കൈകളിൽ എടുക്കുന്നതിനുള്ള ശ്രമമാണ് നാം സ്വയം കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത്. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന പക്ഷം നമുക്ക് ചെയ്യാവുന്നതിനേക്കാളൊക്കെ ഭംഗിയായി ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കും. ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞത് ഒരു ദൈവ പൈതൽ പ്രത്യേകം ഓർക്കേണ്ടതാണ്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. സൗമ്യത എന്നതിനെ ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് മധുരമായ ന്യായം എന്നത്രേ. അതത്രേ ഇവിടെ നാം കാണുന്ന സദൃശവാക്യത്തിൻ്റെ അർത്ഥവും. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷനും മാനം. എത്ര പ്രധാനപ്പെട്ടതാണ് ഈ കാര്യമല്ലേ? എന്നാൽ ഭോഷൻ്റെ സ്വഭാവം പറഞ്ഞിരിക്കുന്നത് കണ്ടോ? 4-ാം വാക്യം. മടിയൻ ശീതം നിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്തുകാലത്ത് അവൻ ഇരക്കും ഒന്നും കിട്ടുകയുമില്ല. മടിയൻ തണുപ്പുകാലത്ത് ചൂടും പിടിച്ചിരിക്കും, പണിയെടുക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ ഉപാധികൾ അവന് കാണും. അല്പം തണുപ്പ് മാറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് അവൻ പറയും. പ്രശ്നം എന്തെന്നാൽ അല്പം ചൂടാകുമ്പോഴേക്കും ഉഴുവാൻ സമയം കഴിഞ്ഞിരിക്കും. അപ്പോൾ പിന്നെ നടുവാനുള്ള സമയമാകും. ഈ വാക്യത്തിൽ ഒരല്പം ഫലിതം കൂടി നാം കാണുന്നുണ്ടല്ലേ? ചോർച്ചയുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ ആ ചോർച്ച അടയ്ക്കാതിരുന്നതിൻ്റെ കാരണം മഴയുള്ളപ്പോൾ അയാൾ അത് ചെയ്താൽ നനയും എന്നതിനാലായിരുന്നു. ഇനി മഴയില്ലാത്തപ്പോൾ അടയ്ക്കേണ്ട ആവശ്യം തോന്നിയില്ല, അതുകൊണ്ട് അന്നേരവും ചെയ്തില്ല. ഇന്ന് അനേകരും ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടി വെച്ച് കൂടുതൽ വഷളാക്കുന്നതാണ് നാം കാണുന്നത്.
ഇനി നാം കാണുവാൻ പോകുന്ന ഒരു കൂട്ടം സദൃശവാക്യങ്ങൾ ആദ്യം പൂർണ്ണമായി ബന്ധമില്ലാത്തതായി നമുക്ക് തോന്നും. എന്നിരുന്നാൽ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ബന്ധം വ്യക്തമാണിതിന്. ഇവിടെ നന്മയെക്കുറിച്ചും ധാർമ്മികമായ തത്വങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. 6-ാം വാക്യം ഞാൻ ആദ്യം വായിക്കാം. 6-ാം വാക്യം: മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും. ഇവിടുത്തെ ചിന്താവിഷയം ദയ അഥവാ പരോപകാരമാകുന്നു. അടുത്ത വാക്യത്തിൽ പരമാർത്ഥതയാകുന്നു നാം കാണുന്നത്. 7-ാം വാക്യത്തിൽ പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ. സകല ദോഷത്തെയും പെറ്റിക്കളയുന്നതിനെക്കുറിച്ചാണ് 8-ാം വാക്യത്തിൽ നാം കാണുന്നത്. അവിടെ വായിക്കുന്നത്: ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് തൻ്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും പേറ്റിക്കളയുന്നു. 9-ാം വാക്യം കൂടി: ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം. 10-ാം വാക്യത്തിൽ നാം കാണുന്നത് കളവിനെ നന്മയുടെ എതിരായി കാണിച്ചിരിക്കുന്നതായിട്ടാണ്. അവിടെ പറയുന്നു 2 തരം തൂക്കവും 2 തരം അളവും, രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. അടുത്ത വാക്യത്തിൽ കുട്ടികളിലെ പോലും നന്മയാണ് ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്. 11-ാം വാക്യത്തിൽ ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തൻ്റെ പ്രവൃത്തി വെടിപ്പും നേരുമുള്ളതാകുമോ എന്ന് അറിയാം. 12-ാം വാക്യം ശ്രദ്ധിച്ചാലും കേൾക്കുന്ന ചെവി, കാണുന്ന കണ്ണ്, ഇവ രണ്ടും യഹോവ ഉണ്ടാക്കി. ഇവിടുത്തെ ചിന്ത തല ഉപയോഗിക്കണമെന്നുള്ളതാണ്. ദൈവം താങ്കൾക്ക് ചെവികളും അവിടുന്ന് കണ്ണുകളും നൽകിയിരിക്കുന്നു. നോക്കുകയും കാണുകയും ചെയ്യുക. ഇത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാകുന്നു. ദൈനംദിന ജീവിതത്തിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സദൃശവാക്യക്കൂട്ടത്തിൽ ആദ്യോടന്തം നാം 2 വലിയ തത്വങ്ങളാണ് കാണുന്നത്. ഒന്നാമതായി, ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്കത് പറയുവാൻ കഴിയുമോ? താങ്കൾക്കോ എനിക്കോ അത് പറയുവാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. സ്വന്തം പരിശ്രമം കൊണ്ട് യാതൊരു മനുഷ്യനും നിർമ്മലനാകുന്നു എന്ന് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. തൊട്ടിലിൽ കിടക്കുന്ന കൊച്ചു കുട്ടിക്ക് പോലും അത് സാധ്യമല്ല. അവർ പ്രകടമാക്കുന്ന പല സ്വഭാവങ്ങളും പാപത്തെ വെളിവാക്കുന്നതാണല്ലോ, അത്ര ചെറുപ്പത്തിൽ തന്നെ. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ഒരു മനുഷ്യനും തൻ്റെ സ്വാഭാവികമായ അവസ്ഥയിൽ പറയുവാൻ കഴിയുകയില്ല. സുഹൃത്തെ, താങ്കൾ സ്വർഗത്തിലേക്ക് പോകേണ്ടതിനുള്ള വ്യക്തിയാകുന്നു എങ്കിൽ ആദ്യം സ്വർഗത്തിൽ ജനിക്കേണ്ടതുണ്ട്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. കർത്താവായ യേശു ഇത് പറഞ്ഞത് മതഭക്തനായിരുന്ന പരീശന്മാരുടെ ഉപദേഷ്ടാവായിരുന്ന ഒരു മനുഷ്യനോടായിരുന്നു എന്ന് ഓർക്കണം. അതെ, വളരെ നല്ലൊരു മനുഷ്യനോട്. രക്ഷയ്ക്കായി ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ അടുക്കൽ വന്ന് ക്രിസ്തുവിൻ്റെ നീതി ധരിക്കാത്തിടത്തോളം യാതൊരു മനുഷ്യനും തന്നെ തന്നെ നല്ലവനെന്നോ നിർമ്മലനെന്നോ നീതിമാനെന്നോ ശരിയെന്നോ ശുദ്ധീകരണം പ്രാപിച്ചെന്നോ പറയുവാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ അവൻ പ്രിയനായവനിൽ അംഗീകരിക്കപ്പെടുന്നു ക്രിസ്തുവിൽ സമർപ്പിക്കുമ്പോൾ. എന്നാൽ അപ്പോഴും ആ പഴയ സ്വഭാവം, അതെ, ആ പ്രാകൃത സ്വഭാവം നാം മഹത്വത്തിൽ പ്രവേശിക്കുന്നത് വരെ നമ്മിലുണ്ടാകും. എന്നാൽ സദൃശവാക്യത്തിൽ ശ്രദ്ധിച്ചാലും നമ്മിൽ നന്മ ദൈവത്തിന് ആവശ്യമാണ്, പരമാർത്ഥത ആവശ്യമാണ്, ശുദ്ധീകരണം പ്രയോജനമുള്ളത് തന്നെ. ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന വിധത്തിൽ വേണം ഒരു ദൈവപൈതൽ നടക്കേണ്ടത്. പാവനമായ പവിത്രമായ നടപ്പ്. ഒരു വിശ്വാസിയാകുന്നു എന്ന കാരണത്താൽ താങ്കൾ വിസ്തരിക്കപ്പെടുന്നു എങ്കിൽ താങ്കൾ കുറ്റക്കാരനാകുന്നു എന്നതിനാവശ്യമായ തെളിവുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നാം എപ്പോഴും മറുപടി കൊടുക്കണം. ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം നിങ്ങൾ ഒരു വിശ്വാസിയാകുന്നു, ദൈവവിശ്വാസിയാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആവശ്യത്തിന് തെളിവുകൾ ഉണ്ടാകുമോ, അതോ നിരപരാധി എന്ന് കണ്ട് വെറുതെ വിടുമോ? താങ്കളുടെ ജീവിതത്തിലേക്ക് നോക്കി ഈ വ്യക്തി പറഞ്ഞതുപോലെ ഒന്നും ജീവിക്കുന്നില്ല, ഇയാളെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുന്നതായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടോ?
താങ്കളിൽ പരമാർത്ഥതയില്ല, വിശുദ്ധിക്കുള്ള വാഞ്ചയില്ല, നന്മയില്ല എന്ന അവസ്ഥ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വാക്യങ്ങളിലെ രണ്ടാമത്തെ ചിന്ത എന്തെന്നാൽ, താങ്കൾക്ക് കാണുവാൻ കണ്ണുകളും കേൾക്കുവാൻ കാതുകളും ദൈവം നൽകി തന്നു. അവയെ ഉപയോഗിക്കുക, നിൽക്കുക, നോക്കുക, ശ്രദ്ധിക്കുക. ജീവിതത്തിലൂടെ ഒന്നും കാണാതെ പോകരുത്. കാണുമ്പോൾ തന്നെ കാണാതെ താങ്കളുടെ കണ്ണുകളെ ഉപയോഗിക്കുക, കാതുകളെ തുറക്കുക. ദൈവം താങ്കൾക്ക് ഒരളവ് വരെ സാമാന്യ ബുദ്ധി നൽകിയിരിക്കുന്നു. താങ്കൾക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വാർത്ത, ആ സുവാർത്ത ശ്രദ്ധിക്കുക. താങ്കൾക്ക് തന്നെ താങ്കളെ ശുദ്ധീകരിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് മാത്രമേ നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ കഴിയൂ. തൻ്റെ മുൻപാകെ നിൽക്കുവാൻ കഴിയുന്ന ഒരവസ്ഥ ദൈവം നിങ്ങൾക്ക് തരും. അങ്ങനെ പാപത്തിൻ്റെ കുറ്റം അവൻ നീക്കിക്കളയും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പരമാർത്ഥതയോടെ ഈ ഭൂമിയിൽ നടക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കും. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദരിദ്രനാകാതെ ഇരിക്കേണ്ടതിന് നിദ്രാപ്രിയനാകരുത്. നീ കണ്ണു തുറക്കുക, നിനക്ക് വേണ്ടുവോളം ആഹാരമുണ്ടാകും. അവൻ പറയുന്നത് പോയി വല്ല പണിയും ചെയ്യുവാനാണ്. ഈ തെസ്സലോനിക്കയിലുണ്ടായിരുന്ന വിശ്വാസികൾക്ക് പൗലോസ് എഴുതിയപ്പോൾ പറഞ്ഞു, 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ ഭക്ഷണം കഴിക്കുകയും അരുത് എന്ന്. ആ ആളുകൾ കർത്താവിൻ്റെ വരവിനെ ഓർത്ത് ആവേശഭരിതരായിരുന്നു. അവർ കർത്താവിനായി കാത്തിരിക്കുകയായിരുന്നു. അവന് വേണ്ടി നോക്കി കാത്തിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം വെറുതെ മുകളിലോട്ട് നോക്കിയിരിക്കുക എന്നല്ല. കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുക എന്നാൽ ശരിക്കും അധ്വാനിക്കുമെന്നാണ്. ലഭിക്കുന്ന അവസരം അത്രയും ഭംഗിയായി ജോലി ചെയ്യും. വിശ്വസ്തയോടെ എല്ലാം ചെയ്ത് കാത്തിരിക്കും. എപ്പോൾ കർത്താവ് വന്നാലും പോകുവാനുള്ള തയ്യാറെടുപ്പ്. നിദ്രാപ്രിയനാകരുത്. പല ആളുകളും വളരെയധികം സമയം കിടന്നുറങ്ങുന്നതായി കാണുവാൻ കഴിയും. എപ്പോഴും ഇതുപോലെ സമയം വെറുതെ കളയുന്നത് ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയില്ല. അത് ശരീരത്തിന് പോലും ഗുണം ചെയ്യില്ല. ലോകത്തിൽ വളരെയേറെ പണമുണ്ടാക്കിയ വലിയൊരു ബിസിനസ്സുകാരൻ തൻ്റെ വിജയത്തിൻ്റെ രഹസ്യങ്ങളിൽ ഒന്ന് പറഞ്ഞത് ഇപ്രകാരമാണ്. അദ്ദേഹം എല്ലാ ദിവസവും 2 മണിക്കൂർ കൂടുതൽ പണിയെടുക്കുമെന്ന്. അങ്ങനെ 2 മണിക്കൂർ വെച്ച് ഒരു ദിവസം കൂടുതൽ പണിയെടുക്കുന്നത് കൊണ്ട് ഒരു വർഷം അദ്ദേഹത്തിന് ഇത്ര ദിവസങ്ങൾ കൂടുതൽ ലാഭിക്കുവാൻ കഴിയുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യമായി അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമയം ഉറങ്ങുവാനല്ലേ നാം കളയാറുള്ളത്? അല്ലെങ്കിൽ ടി വിയുടെ മുൻപിൽ, അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിങ്ങനെ തുറന്നു വെച്ചുകൊണ്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. അതുമല്ല എങ്കിൽ അതുപോലെ ഏതെങ്കിലും വിനോദത്തിൻ്റെ പിൻപിൽ നാം സമയം കളയും. വേണ്ടെന്നല്ല പറഞ്ഞത്, മുൻഗണന എന്തിനാണ്? 14-ാം വാക്യം നാം വായിക്കുമ്പോൾ, വിലയ്ക്ക് വാങ്ങുന്നവൻ ചീത്ത ചീത്ത എന്ന് പറയുന്നു, വാങ്ങി തൻ്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു. രസമായിരിക്കുന്നില്ലേ? ഇത് ഫലിത രൂപേണ പറഞ്ഞിരിക്കുന്നതാണ്. ഇതിലെ ഫലിതം താങ്കൾക്ക് കാണുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെറിയ വണ്ടി വാങ്ങുവാൻ ഒരു മനുഷ്യൻ പോകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അയാൾ ചെല്ലുമ്പോൾ കാണുന്നതെല്ലാം നല്ലതാണ് എന്ന് അയാൾ പറയില്ല. ഓ, അതിൻ്റെ പെയിൻറ്റ് മുഴുവൻ പോയല്ലോ, ഇതിൻ്റെ ടയർ കൊള്ളത്തില്ലല്ലോ, ആകെ തേഞ്ഞിരിക്കുകയാണല്ലോ, ഇതിൻ്റെ എഞ്ചിനും ശരിക്ക് വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഇതിന് വേണ്ടത്ര മൈലേജ് കിട്ടുന്നില്ല, ഇതെടുത്താൽ ആകെ നഷ്ടമാണ്. ഒടുവിൽ വില കുറച്ച് തരാമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞു. വില പേശി ഒടുവിൽ അത് സ്വന്തമാക്കുന്നു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഭാര്യയെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ച്, നോക്കിക്കേ എന്ത് വലിയ ലാഭമാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് ഒന്ന് കണ്ടേ. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇനിയും കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നാലും, ചന്തയിൽ പോയി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നാലും സ്ഥിരമായി നാം കാണുന്നൊരു കാര്യമാണ്. നാം പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. തുണി വാങ്ങുവാൻ കടയിൽ പോയി വിലക്കുറവിന് തുണി വാങ്ങിയിട്ട് നാം വന്ന് എന്ത് വലിയ ലാഭമാണ് നേടിയത് എന്ന് പറയും. ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട്, ഉദാഹരണത്തിന് മീൻ തന്നെ വാങ്ങുവാൻ നാം ചെന്നു. ഇതാകെ പോയതാണല്ലോ, ചീഞ്ഞതാണല്ലോ, ആർക്കും വേണ്ട, ഇതിന് യാതൊരു രുചിയും കാണില്ല എന്നൊക്കെ പറഞ്ഞ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നോക്കിക്കേ എന്ത് ഭയങ്കര ലാഭമാണ് എന്ന് നാം പറയും. ഇത് മനുഷ്യ സ്വഭാവമാണ്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ, പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. നാം വില കൽപ്പിക്കുന്ന മൂല്യങ്ങളൊക്കെ ഇന്നാളുകളിൽ തെറ്റാണ്. മനുഷ്യനെ ഇന്ന് അവനുള്ള അറിവിനേക്കാളും പരിജ്ഞാനത്തെക്കാളും ഏറെ
അവനുള്ള ഭൗതിക വസ്തുക്കളിലാകുന്നു അളന്ന് കാണാറുള്ളത്. ഇതില്ല എങ്കിൽ പിന്നെ എന്തോ ജീവിതമാകുന്നു എന്ന ചോദ്യം നാം സ്ഥിരം കേൾക്കുന്നതാണല്ലേ. 16-ാം വാക്യം, അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ്റെ വസ്ത്രം എടുത്തുകൊള്ളുക, അന്യജാതക്കാരന് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതില്ല എങ്കിൽ താങ്കൾ ആകെ കുഴപ്പത്തിൽ ചാടും എന്നാണ് ഈ സദൃശവാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേതിലോ അവൻ്റെ വായിൽ ചരൽ നിറയും. എന്തോ സദൃശവാക്യം അല്ലേ. മറ്റുള്ളവരെ വഞ്ചിച്ച് ജീവിക്കുന്നവൻ ആദ്യം നേടുന്നു എന്ന് ചിന്തിക്കുന്നു, അതവന് മധുരമായി അനുഭവപ്പെടും. എന്നാൽ അങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ട് ആരും നേടുന്നില്ല, അത് ദൈവം ഉറപ്പാക്കിയിട്ടുണ്ട്. ഓർത്തോണം, ഈ ബ്ലേഡ് കമ്പനിയൊക്കെ തുടങ്ങുമ്പോൾ പണം ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ ചിന്തിക്കും ഇതൊക്കെ ഭയങ്കര കാര്യമാണെന്ന്. എന്നാൽ അധികം താമസിക്കാതെ വായിൽ ചരൽ നിറയുന്നതാണ് നാം കാണുന്നത്. 18-ഉം 19-ഉം വാക്യങ്ങൾ, ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു, ആകയാൽ ഭരണസാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക. നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, ആകയാൽ വിടുവായനോട് ഇടപെടരുത്. താങ്കളുടെ മുമ്പിൽ വന്ന് താങ്കളെ പുകഴ്ത്തി പറഞ്ഞിട്ട് മാറിപ്പോയി താങ്കളെക്കുറിച്ച് ഏഷണി പറയുന്നവനെ വളരെ സൂക്ഷിക്കണം. അയാൾ താങ്കളോടൊപ്പം ആരാധിക്കുന്നവനാകുന്നെങ്കിലും താങ്കളുടെ സഹപ്രവർത്തകനായാലും ശരി, സൂക്ഷിക്കണം. അവനൊരു വിഷപ്പാമ്പാണ്. ഈ ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ ഞാൻ വാസ്തവത്തിൽ എന്നെ തന്നെ പരിശോധിക്കുന്നുണ്ട്. താങ്കളും അപ്രകാരം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പല വാക്യങ്ങളും എനിക്ക് വളരെ പ്രയോജനപ്പെടുന്നുമുണ്ടല്ലേ. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. താങ്കൾക്ക് അഭിമാനിക്കുവാൻ വകയുള്ള ഒരു പിതാവോ മാതാവോ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുക. അഥവാ അവരെക്കുറിച്ച് നല്ലതൊന്നും പറയുവാനില്ല എങ്കിൽ യാതൊന്നും പറയാതിരിക്കുക, മിണ്ടാതിരുന്നേക്കുക. അതെത്രേ ഈ സദൃശവാക്യം പറയുന്നത്. ഇവിടെയാണ് ഹാം തെറ്റ് ചെയ്തത്. ഹാം എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. തൻ്റെ പിതാവായ നോഹ മദ്യപിച്ച് നോഹ ചെയ്തതിനെ പരസ്യമാക്കി വെളിപ്പെടുത്തി. അവൻ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ചില കാര്യങ്ങൾ ഓടി നടന്ന് മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നോർക്കണം. 21 മുതലുള്ള വാക്യങ്ങൾ 24 വരെ ഞാൻ വായിക്കട്ടെ. ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം, അതിൻ്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയില്ല. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. 2 തരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പ്, കള്ളത്തുലാസും കൊള്ളരുത്. മനുഷ്യൻ്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യന് തൻ്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? എങ്ങനെയാണ് ഒരു മനുഷ്യന് തൻ്റെ തന്നെ വഴി മനസ്സിലാകുന്നത്? നാം ഈ വഴിയെ ഇതിനു മുൻപൊരിക്കലും പോയിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ നമ്മെ നയിക്കുവാൻ കഴിയൂ. മോശയോട് ദൈവം അരുളി ചെയ്തത് അവനെ നയിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാകുന്നു എന്നത്രേ. അങ്ങനെയെങ്കിൽ താങ്കൾക്കും എനിക്കും എത്രയധികം അത് ആവശ്യമാണല്ലേ. 25-ാം വാക്യം, ഇത് നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു കെണി. താങ്കൾക്ക് ചെയ്യുവാൻ കഴിയുന്നതിനെക്കുറിച്ച് ഉറപ്പില്ല എങ്കിൽ എടുത്തു ചാടി വാക്കു കൊടുക്കരുത്. പരസ്യമായി എന്തിനെങ്കിലും സമർപ്പിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഈ പറഞ്ഞതുപോലെ എടുത്തുചാട്ടക്കാരുടെ തീരുമാനങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഇങ്ങനെയുള്ളവർ ഇന്ന് അനേകരുണ്ട് എന്ന് തോന്നുന്നു. 27-ാം വാക്യം നാം കാണുമ്പോൾ, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിൻ്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. ഇവിടെ ദീപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ വെളിച്ചമെന്നല്ല, പ്രകാശമെന്നല്ല. മനുഷ്യൻ്റെ ആത്മാവ് വിളക്ക് മാത്രമാണ്. അതെ, പ്രകാശത്തെ വഹിക്കുന്ന പാത്രം. മനുഷ്യൻ ഒരു വിളക്ക് മാത്രമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് വരെ നാം വെളിച്ചമാകുന്നില്ല. 10 കന്യകമാരുടെ ഉപമ മത്തായി എഴുതിയ സുവിശേഷം 25-ാം വാക്യത്തിൽ പറയുന്നത് താങ്കൾ ഓർക്കുമല്ലോ. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു, 5 പേർ ബുദ്ധിയില്ലാത്തവരായിരുന്നു. അവർ വിളക്കുകൾ മാത്രമായിരുന്നു എടുത്തിരുന്നത്. എണ്ണയില്ലാത്ത വിളക്കുകൾ അവർക്ക് പ്രകാശം ഉണ്ടാക്കി കൊടുത്തില്ല. ഞാൻ 28 മുതലുള്ള വാക്യങ്ങൾ കൂടെ വായിക്കുക. 28-29. ദയയും വിശ്വസ്തതയും
രാജാവിനെ കാക്കുന്നു. ദയ കൊണ്ട് അവൻ തൻ്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. യൗവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ, വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണം. ഉദരത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. നോക്കണേ, പ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. യൗവനക്കാരനാകുന്നു കായികാഭ്യാസി. വൃദ്ധന്മാർ അങ്ങനെ ഓടുവാൻ ശ്രമിക്കാതിരിക്കണം. അങ്ങനെ ചെയ്തെന്നാൽ അവനെ തന്നെ വിഡ്ഢിയാക്കിയാകുന്നില്ലേ? ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം നിങ്ങൾ ഒരുക്കുക. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എത്ര മനോഹരമായ, വളരെ പ്രായോഗികമായിട്ടുള്ള ചിന്തകളാണ് ഈ സദൃശവാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ രൂപാന്തരം കൊണ്ടുവരുന്നതാകണം. അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമാണ്. ഇന്നത്തെ പഠനം അതിന് നിങ്ങളെ സഹായിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതെയും കണ്ണുകൊണ്ട് കണ്ടിട്ടും ദർശിക്കാതെയും ഇരിക്കുന്ന തടിച്ച ഹൃദയമുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. അതെ, ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാനും ദൈവിക കാര്യങ്ങളെ ഗ്രഹിക്കുവാനും ദൈവത്താൽ തുറക്കപ്പെട്ട കണ്ണുകളും ചെവികളും നമുക്കാവശ്യമാണ്. ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെടാതെ സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്നുള്ള വചനം നമ്മുടെ ആത്മാവിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. അത് തിരിച്ചറിഞ്ഞ ദാവീദ് പാടി, അങ്ങ് എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അങ്ങയാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സങ്കീർത്തനങ്ങൾ 18:28-29 വാക്യങ്ങൾ നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന, ശക്തീകരിക്കുന്ന തിരുവചന സൂക്തങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.